ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ ചിക്കന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിന്ന് തോന്നുന്നു. മോനെ ഡാ എഴുന്നേക്ക്. സമയം എത്രയെന്നറിയോ? എഴുന്നേക്ക്. അമ്മേ, നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതാ ഉറങ്ങിപ്പോയേ. അല്ല, സമയത്രയമ്മേ? 8 മണി കഴിഞ്ഞടാ. ഉയ്യോ, ലേറ്റ് ആയല്ലോ. അതൊന്നും സാരമില്ല, നീ ചായ കുടിച്ചേ ഒന്ന് ഉഷാറാവട്ടെ. ഡാ നിന്റെ ഫോൺ ഇരുന്ന് കുറെ നേരമായിട്ട് മിന്നുന്നുണ്ടായിരുന്നു. ആരാ നോക്ക്. വർമ്മ സാർ എങ്ങനെയാണോ? ഋതിക അമ്മയുടെ ആണല്ലോ. നിന്നെ ഇഷ്ടമാണ് രാജു. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് രാജു. ഋതിക മാഡം ഇന്നലെ എന്നോട് ഒരുപാട് സംസാരിച്ചു. ശരിക്കും മനസ്സിലെ ഒരു ഭാരം ഇറങ്ങിപ്പോയൊരു ഫീല്. വേണ്ട, അങ്ങനെ പുതിയ ഫീലിങ്സ് ഒന്നും വേണ്ട, ഒന്നും ശരിയാവില്ല. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. ഋതിക മാഡം കാഷ്വലായി ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതിന് മറുപടി കൊടുത്താൽ എന്താ തെറ്റ്? മറുപടി കൊടുത്തില്ലെങ്കിൽ മാഡം എന്ത് വിചാരിക്കും? ഞാൻ എന്നെ അവിടേക്ക് ചെല്ലുമ്പോ മാഡം എന്നെ പിടിച്ചു നിർത്തി ചോദിക്കും, എന്താ മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതെന്ന്. അതുകൊണ്ട് റിപ്ലൈ അയച്ചേക്കാം, അതാ നല്ലത്. ഗുഡ് മോർണിംഗ് ഋതിക മാഡം. ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റത്, നന്നായിട്ട് ഉറങ്ങിപ്പോയി. ചിക്കന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിന്ന് തോന്നുന്നു. ഞാൻ കൊടുത്ത ഉപദേശമൊക്കെ തലേ കയറിയ മട്ടുണ്ടല്ലോ. പതിയെ പതിയെ രാജുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഒരു ദിവസം രാജു എന്റെ പ്രണയം അംഗീകരിക്കും. ഗുരുവായൂരപ്പ, നീ എന്റെ കൂടെ ഉണ്ടാവണേ. എന്താ ചേട്ടാ? ചേട്ടൻ എന്താ മേശയിൽ വെച്ചത്? ഒന്നുമില്ല പ്രിയേ. ഒന്നും ഇല്ലെന്നോ? എന്തോ ഒരു കള്ള ലക്ഷണം. എന്താന്ന് പറ ചേട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പ്രിയേ? നീ എന്താ ഇങ്ങനെ പോലീസുകാർ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ? ചേട്ടാ ഒന്ന് മാറിക്കേ, ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ട പ്രിയേ, മാറി ചേട്ടാ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതെവിടുന്ന ചേട്ടാ ഈ ക്യാഷ്? പ്രിയേ, അത് എന്തിനാ ചേട്ടാ ഈ കള്ളത്തരം?
എവിടെ നിന്നാന്ന് പറഞ്ഞാൽ എന്താ? ആ, ചേട്ടാ, എവിടെ നിന്നാ ഈ കാശെന്നാ ചോദിച്ചേ? പ്രിയ നീ ബഹളം വെക്കണ്ട. ഈ കാശ് രമ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. രമ്യയുടെ കയ്യിന്നോ? എന്തിന്? ചേട്ടൻ എന്തിനാ വീണ്ടും രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എടി, ഹോട്ടലിൽ ഫയർ ആക്സിഡന്റ് ആയ കാര്യം നീ അറിഞ്ഞില്ലേ? അതൊന്ന് നേരെയാക്കാൻ വീണ്ടും പണം ആവശ്യം വന്നു. അതിന് ചേട്ടൻ എന്തിനാ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എന്താ ചേട്ടാ ഇതൊക്കെ? പിന്നെ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ നിന്റെ അച്ഛനോട് അമ്മയോട് ചോദിച്ചാ അവരും ഒരു കാശ്. നിങ്ങളിത് എന്താ ഈ പറയുന്നേ? നിങ്ങൾക്കിത് എന്തു പറ്റി? നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? എന്ത് തുടങ്ങിയൊന്നു? കുറച്ചുനാള് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. രമ്യ നിങ്ങൾക്ക് കണ്ണെടുത്താ കാണാൻ പാടില്ലായിരുന്നല്ലോ. ഇപ്പൊ ഇത് എന്തു പറ്റി? ചേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിക്കണ്ട. ഇതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? എനിക്ക് കാശിന് ആവശ്യമുണ്ട്. ഈ കാശ് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഈ കാശുണ്ടാക്കാനുള്ള കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നുവെച്ച് രമ്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നതിനുള്ള കൈക്കൂലിയാണോ ഈ പണം? ഇത് ഋതികയോടുള്ള ചതിയല്ലേ? എടി, ഋതിക മാഡത്തിന് അളിയൻ വിവാഹം കഴിക്കാനൊന്നും പോണില്ല. അതിനുവേണ്ടി അളിയനെ സപ്പോർട്ട് ചെയ്ത് ഞാനും കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയതാ. വെറുതെ കുറെ സമയം കളഞ്ഞതല്ലാതെ വേറെ യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യല്ലേ? രമ്യ രാജുവിന്റെ ഭാര്യയാകാൻ പോകുന്നതായിരിക്കും ദൈവനിശ്ചയം. നിങ്ങളിത് എന്ത് ഭ്രാന്തായി പറയുന്നേ? അതേടി, എനിക്ക് ഭ്രാന്ത. എനിക്ക് കാശിന് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വർമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് ഋതിക മേഡത്തോട് കാശ് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ രമ്യയോട് എനിക്ക് ചോദിക്കാം. ഒരത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ആളിന്റെ കൂടെ നിൽക്കുന്നതാ ഏറ്റവും നല്ല ബുദ്ധി. ദൈവമേ, ചേട്ടാ, ഇത് ഋതിക മാഡത്തിനോടുള്ള ചതിയല്ലേ? ഈ കാശ് നമുക്ക് വേണ്ട ചേട്ടാ. നമുക്ക് ഈ കാശ് രമ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. എടി പ്രിയെ, നീ ഒന്ന് അടങ്ങ്. ഒന്ന് സമാധാനത്തിലെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും പണം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനും എനിക്കാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. എടി, ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? നീ എന്നെ ഒന്ന് മനസ്സിലാക്കി പ്രിയേ. എടി, നീ എന്റെ കൂടെ നിന്ന രമ്യയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള കാശ് നമുക്ക് ഒപ്പിച്ചെടുക്കാം. നിന്റെ അനിയ സ്നേഹവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ കുറച്ച് വേണ്ടെന്ന് വെക്കേ. മനസ്സിലായോ നിനക്ക്?